ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂവ് നല്ല അടിപൊളി എപ്പിസോഡുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സച്ചിയുടെ രേവതിയുടെ വലിയ കുഴപ്പമില്ലാത്ത ഭാഗങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ വലിയൊരു പ്രശ്നം നമ്മുടെ മഹിമയും മധുസൂദനോടും കൂടി ഒപ്പിക്കുന്നുണ്ട്. വർഷയുടെയും ശ്രുതിയുടെയും താലിമാറ്റൽ ചടങ്ങ് അത് മഹിമയുടെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ഒരു സമയത്ത് മഹിമ ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ചടങ്ങിന് സച്ചി വരരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഈ ഒരു ആവശ്യം വീട്ടിൽ പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, സച്ചി വരുന്നില്ല ഞാനും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനും അച്ഛനും ഇല്ലെന്നാണ് ഞാനും ഇല്ല എന്ന് പറയട്ടെ. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടുകൊണ്ട് വരുന്ന ശ്രീകാന്ത് അത് ഭയങ്കര വിഷമാവുന്നുണ്ട്. ഇരുവരും എല്ലാവരോടായിട്ട് വരണമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയുടെ നിർബന്ധപ്രകാരം തന്നെ സച്ചി ഈ ഒരു ചടങ്ങിനകത്ത് പങ്കെടുക്കാൻ കേട്ടോ. ചടങ്ങിന് പോകുന്നതിന് തൊട്ടു മുന്നേ തന്നെ സച്ചി രേവതിക്കായിട്ട് വാക്ക് കൊടുക്കുന്നുണ്ട്, അവിടെ എന്ത് കണ്ടാലും താൻ പ്രതികരിക്കുകയില്ല, മിണ്ടാതെ വാപത്ത് തന്നെ ഇരുന്നോളാമെന്ന്. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് മധുസൂദനും മഹിമയും കൂടെ പല രീതിക്ക് തന്നെ സച്ചിനെ ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്തെല്ലാം തന്നെ രേവതിക്ക് കൊടുത്ത വാക്ക് കാരണം സച്ചി ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല. അവസാനം മധുസൂദന് മനസ്സിലാവുകയാണ്, എന്തൊക്കെ ചെയ്താലും സച്ചി പ്രതികരിക്കുകയില്ല. സച്ചിക്ക് വേദനിക്കണമെന്നാണെങ്കിൽ അവന് പ്രിയപ്പെട്ട ആർക്കെങ്കിലും വേദനിക്കണമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മധുസൂദനൻ രേവതിയെ മനഃപൂർവ്വം കള്ളിയാക്കാൻ കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വർഷ താലി പിരിച്ച് മാറ്റി ചടങ്ങിൻ്റെ അന്ന് കഴുത്തിലിട്ടിരിക്കുന്ന പൂമാല വരുന്ന സമയത്ത് അതിനകത്തൊരു നെക്ലേസും കൂടെ ഉടക്കുകയാണ്. പിന്നീട് റൂമിലേക്ക് വരുന്ന രേവതി മാലയിൽ ഉടക്കി കിടക്കുന്ന ഈ ഒരു നെക്ലേസ് കാണുകയും അത് വർഷയ്ക്ക് കൊണ്ട് കൊടുക്കാനൊരുങ്ങുന്ന സമയത്ത് മധുസൂദനം പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലേക്ക് വന്നതിന് ശേഷം വർഷയുടെ മാല രേവതി മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന രീതിക്ക് പെരുമാറുകയാണ് കേട്ടോ. അതിനുശേഷം എല്ലാവരും മുൻപ് വെച്ച് നാണം കെടുത്തുന്നുണ്ട്, ഇവള് കള്ളിയാണ്, ഇവളുടെ കുടുംബക്കാരും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, ദാരിദ്ര്യവാസികളാണ്, മാത്രമല്ല ഇവള് മോഷ്ടിച്ചിട്ട് ഭർത്താവിന് വേണ്ടി കള്ളു കുടിക്കാൻ കൊണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നാണം കെടുത്തുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മുടെ സച്ചി മിണ്ടായിരിക്കുന്നുണ്ട്. അവസാനം സൈ കേട്ട് തന്നെ മധുസൂദനക്കെട്ടും രണ്ട് മൂന്നെണ്ണം പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് പക്ഷേയും ശ്രീകാന്തും വരുന്നത്. എന്നാൽ അതിനു മുന്നേ എന്താ നടന്നതെന്ന് ഇരുവരും കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പക്ഷേ സ്വന്തം വീട്ടിലേക്കായിട്ട് തിരികെ പോവുകയാണ്. കൂടെ ശ്രീകാന്തും ഉണ്ടാവും. ശ്രീകാന്തിനെ നിർബന്ധിച്ച് തന്നെയാണ് രവി വീട്ടിലേക്ക് പറഞ്ഞിരുന്നത്. കാരണം ഇവർ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളിലായതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ പിരിഞ്ഞിരിക്കരുത്, സാരമില്ല, നീ മഹിമയുടെ മധുസൂദൻ്റെ കൂടെ ആ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നോളം പറഞ്ഞുകൊണ്ട് രവി തന്നെയാണ് പറഞ്ഞു വിടുന്നത്. എന്നാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് അത് തീരെ പിടിക്കുന്നില്ല. ചന്ദ്രയ്ക്ക് കുറെ ഉദ്ദേശങ്ങളുണ്ടല്ലോ. വർഷയുടെയും ശ്രീകാന്തും തൻ്റെ വീട്ടിൽ നിന്നാലുള്ള സ്വത്തുക്കളെല്ലാം തന്നെ ശ്രീകാന്തിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ തനിക്കും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇരുവരും വീട്ടിൽ നിന്ന് പോയതിൻ്റെ സങ്കടത്തിലാണ് ചന്ദ്രയുള്ളത്. അത് മാത്രമല്ല, ഇതിനെല്ലാം തന്നെ കാരണക്കാരി രേവതിയാണെന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്നു. ഈ ഒരു സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചിനെ കാണുമ്പോൾ തന്നെ ചന്ദ്ര രവിയോടായിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലേ ആ ചടങ്ങിന് ഇവനെ പങ്കെടുപ്പിക്കരുതെന്ന്. ഇവൻ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാമെന്ന്, നിങ്ങൾ സമ്മതിക്കാഞ്ഞിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്ക് സച്ചിക്കും രേവതിക്കും ഇതൊരു ഷോക്കാവുണ്ട്. പെട്ടെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ അവിടെ നടന്നാർന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് വേഗം തന്നെ ഉത്തരം കൊടുത്താണ്. പെട്ടെന്ന് തന്നെ രവി പറയേണ്ടത്, നീ അതും ശ്രദ്ധിക്കേണ്ട മോനെ, അവളിങ്ങനെ വായി തോന്നിയതൊക്കെ ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുമ്പോഴത്തേക്കും സച്ചി പറയണില്ല അച്ഛൻ, ഞാൻ ഇവിടെ നിൽക്കുകയില്ല, എനിക്കിനി ഇവിടെ നിൽക്കാനും താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ചന്ദ്രയ്ക്ക് മാത്രമല്ല കേട്ടോ, ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി പറഞ്ഞ രേവതിക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറയുമ്പോഴത്തേക്കും രേവതിയുടെ മുഖഭാവം വേഗം മാറണം. കാരണം സച്ചിയേട്ടൻ എന്താ ഉദ്ദേശിച്ചത് രേവതിക്ക് അറിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛനും പോരാ, അച്ഛൻ്റെ ഡ്രസ്സൊക്കെ എടുത്തോളാൻ പറയുമ്പോഴത്തേക്കും ചന്ദ്ര വേഗം പറയുന്നുണ്ട്, എന്തിനാണ് നീ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, ഇദ്ദേഹത്തോടല്ല നീ നിന്റെ ഭാര്യ ഇവിടെ നിന്ന് പോയാലും മതി എന്ന് പറയുമ്പോഴത്തേക്കും അത് പറ്റില്ല, എൻ്റെ അച്ഛനുള്ളടത്ത് എനിക്ക് താമസിക്കാൻ പറ്റുള്ളൂ, ഞാൻ എവിടെ താമസിക്കും അവിടെ തന്നെ എൻ്റെ അച്ഛനും താമസിക്കും, അച്ഛൻ എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് രവി പറയും, നീ എവിടെയാണ് അവിടെ തന്നെയാണ് എനിക്ക് നിൽക്കാൻ ഇഷ്ടം, ഞാൻ നിൻ്റെ കൂടെ പോരാം മോളെ രേവതി, അച്ഛൻ്റെ ഡ്രസ്സുകളും പാക്ക് ചെയ്തോളാം പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്ര വേഗം തന്നെ രവിനെ നിർത്താൻ ശ്രമിക്കണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും രവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് ജീവനാണല്ലേ. മാത്രമല്ല രവീനെയും കൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്ര വേണ്ട പോവണ്ട, രവിയേട്ടൻ പോവണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി എവിടെയാണ് അവിടെ തന്നെയാണ് നിൽക്കാൻ എനിക്ക് ആഗ്രഹമെന്ന് രവി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ പ്ലാനിങ് എല്ലാം തന്നെ അവിടെ തകരുകയാണ് കേട്ടോ. ചന്ദ്ര വിചാരിച്ചിരുന്ന സച്ചിയും രേവതിയും ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് പോകും. എന്നാൽ അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയാണ്. ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.